Boom! So hey guys, Sri here. So good day, good news ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഐഫോൺ 18 പ്രോയിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡിസപ്പോയിൻറ്റിങ് ന്യൂസ് ഞാൻ പറയുമ്പോൾ ഐഫോൺ 18 സീരീസ് ഈ വട്ടം സെപ്റ്റംബർ ഇവൻറ്റിൽ അവർ റിലീസ് ചെയ്യത്തില്ല. മിക്കപ്പോഴും പറയുന്നത് അവർ ഏപ്രിൽ ഇവൻറ്റിന് ഐഫോൺ 18 പയ്യെ റിലീസ് ചെയ്യത്തേ ഉള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഐഫോൺ 18 അല്ലെങ്കിൽ പ്രോ സീരീസ്, ഇപ്പോൾ 17 പ്രോ സീരീസിൻ്റെ ഒക്കെ ഇത്രയും കിടിലും ഫോണായിട്ടേ ഇറക്കി, എന്നിട്ടും സെയിൽസ് അങ്ങനെ ഉണ്ടായില്ല. അത് സെയിൽസ് കൂട്ടാൻ വേണ്ടിയാണ് ഐഫോൺ 18 പ്രോയിൽ അവർ അങ്ങനെ കാണിക്കുന്നത്. സോ ഈ സെപ്റ്റംബറിൽ 2 ഫോൺ അല്ലെങ്കിൽ 3 ഫോണാണ് ഉള്ളത്. ഒന്ന് ഐഫോൺ 18 പ്രോ, പ്രോ മാക്സ് ആൻഡ് ഐഫോൺ അൾട്ര. ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഏറ്റവും കിള്ളം ചേഞ്ച് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡാർക്ക് ചെറി എന്നാണ് പറയുന്നത്. പേരൊന്നും ഞാൻ കൺഫേംഡ് ആയിട്ട് പറയുന്നത്. അതൊക്കെ ആപ്പിൾ അവസാനം വേറെ എന്തെങ്കിലും പൂവിൻ്റെ ഒക്കെ പേരിട്ടാണ്. ഈ കളറായിരിക്കും നിങ്ങൾക്ക് മെയിൻ ഒഫീഷ്യൽ എന്താ പറയുക ഹീറോ കളർ എന്നൊക്കെ പറയുന്ന കളറായിട്ട് വരുന്നത്. ഈ കളർ കാണാൻ അത്യാവശ്യം രസമുണ്ട്, ഒരു ക്ലാസി കിടിലം കളറായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, കളേഴ്സിൻ്റെ കാര്യത്തിൽ ആപ്പിളാണ് മിക്കപ്പോഴും ഇതാവാനാണ് സ്പെക്കുലേറ്റഡ് ആയിട്ട് നമ്മൾ പറയാം. ഞാൻ ഈ പറയുന്നതൊക്കെ മാക്കറ്റൊക്കെ അതുപോലത്തെ എന്താ പറയണ കിഡിലം ജോൺ റെട്രേഗർ, അതുപോലത്തെ കിഡിലം അല്ലാതെ സാധാരണ ആൾക്കാരല്ല. ഇവന്മാർ എന്തൊക്കെ ലീക്സ് റൂമേഴ്സ് ഇട്ടാൽ അതൊക്കെ ഇന്നേ വരെ സത്യമായിട്ടുണ്ട്. അത്രയ്ക്ക് കിടിലം ട്രാക്ക് റെക്കോർഡ്സ് ഉള്ളവരടുത്ത് മാത്രമാണ് ഞാൻ ഇൻഫർമേഷൻ ഇവിടെ എടുത്ത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ കളേഴ്സ് അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുക. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഡൈനാമിക് ഐലൻഡ് ഷ്രിങ്ക് ചെയ്ത് ചെറുതാക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ അതിലേക്ക് അപ്പം ഫേസ് ഐ ഡി എവിടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ന്യൂ കൺവെൻഷണൽ ടെക്നോളജി അനുസരിച്ച് അണ്ടർ ഡിസ്പ്ലേ ക്യാമറ വർക്ക് ചെയ്തില്ല. ഇപ്പം സാംസങ്ങിൻ്റെ ഫോൾഡിനകത്തൊക്കെ കഴിഞ്ഞ വർഷം വർക്ക് ചെയ്തതിൻ്റെ കണക്ക് അതിൻ്റെ കണക്ക് തന്നെ ഇവരിപ്പം ആ ഏരിയയിൽ മാത്രം ചെറുതായിട്ട് പിക്സലേറ്റഡ് ആയിട്ട് അണ്ടർ ഡിസ്പ്ലേ ഫേസ് ഐ ഡി ടെക്നോളജി കൊണ്ടുവരും. പക്ഷേ ആ ചെറിയ നോച്ചും പഞ്ച് ഹോളും ഒക്കെ അവിടെ തന്നെ നിൽക്കും, അതിനെ ഒന്ന് ഷ്രിങ്ക് ആക്കും എന്ന് മാത്രമാണ് ഇപ്പം അവർ കൺഫേംഡ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. രണ്ടാമത് ഏറ്റവും കിട്ടുന്ന സ്പെക്ക് അല്ലെങ്കിൽ ലീക്ക് എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ആവുക. 6500 അല്ല, 200 mAh കൂടും. 5200 എറൗണ്ടാണ് ബാറ്ററി ലൈഫ് കൂടാൻ പോകുന്നത് എന്നാണ് നമുക്കറിയാൻ പറ്റുക. മൂന്നാമത്തെ കൺഫേംഡ് സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ലീക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അലൂമിനിയം ബോഡി തന്നെ ഈ വർഷം കാണും. അല്ലാതെ ടൈറ്റേനിയത്തിലേക്ക് ആപ്പിൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതൽ. രണ്ടാമത്തെ കാര്യം അവരുടെ തെർമൽസ് ഭയങ്കര പണി കിട്ടും. എന്ന് പറഞ്ഞാൽ ടൈറ്റേനിയം ഈ ഹീറ്റ് ഡിസിപ്പേഷൻ കിട്ടുന്ന ഒരു മെറ്റീരിയൽ അല്ലേ, മെറ്റൽ അല്ല, ചെറുതായിട്ട് അവരെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. മൂന്നാമത്തെ സംഭവം എനിക്ക് കൺഫേംഡ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഡിസൈൻ ഏറെക്കുറെ സെയിം ആയിരിക്കും, പക്ഷേ ബാക്കിലത്തെ ക്യാമറ ഹമ്പ് വലുതാവും. അതെന്തിനാ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വട്ടം ആപ്പിൾ അവരുടെ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് അവരുടെ ബാക്കിലെ ക്യാമറ സിസ്റ്റത്തിലായിരിക്കും. പുതിയ ഒരു റീവാംഡ് സെൻസർ, സോണിയുടെ ആയിരിക്കത്തില്ല, സാംസങ്ങിൻ്റെ സെൻസർ, ബിഗ്ഗസ്റ്റ് സെൻസർ ഇൻ ഐഫോൺ എവർ എന്നുള്ള രീതിയിലായിരിക്കും ഒരു സെൻസർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വലിയ സെൻസർ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ആ സെൻസറിന് ഒരു സ്പെസിഫിക് സാധനമുണ്ട്, വേരിയബിൾ ആപ്പച്ചർ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരും. വേരിയബിൾ ആപ്പച്ചർ എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ പണ്ട് ഷവമി 14 അൾട്രയ്ക്കകത്ത് ആപ്പച്ചർ റിയലിസ്റ്റിക്കലി ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്കിങ്ങനെ ലെൻസിനകത്ത് ഇങ്ങനെ വെട്ടം കയറുന്ന ഇങ്ങനെ ചെറുതാവുന്ന വലുതാവുന്ന ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ വെട്ടം എത്ര എങ്ങോട്ട് അകത്തോട്ട് കയറ്റണം, വെട്ടം കുറയ്ക്കണം, ഈ രീതി ചെറുതായി വലുതാകുന്ന കൂട്ടാൻ ആ ഒരു സംഭവമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ഫോണിനകത്ത് ആപ്പച്ചർ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോണിക്കില്ല. അത് ശരിക്കും റിയലിസ്റ്റിക് ഒന്നും അല്ല, അത് എയുടെ പ്രോസസ്സിംഗ് ഒക്കെ കൊണ്ട് കുറയ്ക്കുന്നതൊക്കെ തന്നെ. അത് സത്യം പറഞ്ഞാൽ ഡിജിറ്റൽ ആപ്പച്ചർ കൺട്രോൾ എന്ന് പറയുന്നൊരു ബുൾഷിറ്റാണ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. നമ്മൾ ഇത്ര നാൾ നല്ലോണം പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് സത്യം. പക്ഷേ ഈ വട്ടം ഫിസിക്കൽ ആപ്പച്ചർ കൺട്രോൾ അവർ കൊണ്ടുവരും. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ചിലപ്പം കിണ്ണം സിനിമാറ്റിക് വീഡിയോസ് അധികം എടുക്കാൻ പറ്റുമായിരിക്കും. കിഡിലും ക്രീമി ബോക്കെയൊക്കെ ആയിട്ടുള്ള സിനിമാറ്റിക് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അടുത്തത് ലോ ലൈറ്റിന് വേണ്ടി ഇച്ചിരൂടെ സെൻസിറ്റീവൈസ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂട്ടിയ കിഡിലം എന്താ പറയുക വൈഡ് മെയിനും ടെലിഫോട്ടോ സെൻസറും ആയിരിക്കും. ലോ ലൈറ്റിനെ കുറിച്ച് അവർ ഘോരമായി പ്രസംഗിക്കുമെന്നൊക്കെയാണ് പറയപ്പെടാൻ പറ്റിയ ഡീറ്റെയിൽസ്. നമുക്ക് മിക്കവാറും എല്ലാ ഐഫോണിൻ്റെ എല്ലാ പ്രസ് ലോഞ്ചിലും എല്ലാ വലിയ പറയുന്നത് ബെസ്റ്റ് ലോ ലൈറ്റ് ഐഫോൺ ഇൻ എവർ. മൂന്നാമത്തെ സാധനം എന്ന് വെച്ചാൽ 24 MP സെൽഫി ക്യാമറയാണ്. ഇപ്പം നമുക്കൊരു 24 MP നമ്മുടെ 17 സീരീസിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് 12 MP വരെ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഷിയോട്ടൻ 24 MP, അത് 24 MP നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും തന്നെയാണെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് പ്രോസസ്സർ ഉണ്ടാകും.
A20 ബയോണിക് ചിപ്സെറ്റ്. ഇതായിരിക്കും ആപ്പിളിൻ്റെ ഫസ്റ്റ് ഇൻ 2 നാനോമീറ്റർ കോൺഫിഗറേഷനകത്ത് ഇറക്കാൻ പോകുന്ന ചിപ്സെറ്റ്. ചിലവർ പറയുന്നത് സാംസങ്ങിൻ്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. അണ്ടർ റേറ്റഡ് ആയി പോയ സാധനം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ ഗാലക്സി S26 അൾട്രയ്ക്കകത്ത് 3 നാനോമീറ്റർ കോൺഫിഗറേഷനുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റ്. പക്ഷേ X26 ഉണ്ടല്ലോ, എക്സിനോസിനകത്ത് വരുന്നത്, അത് 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആട്ടോ. ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഓരോ നാനോമീറ്റർ കുറയ്ക്കുമ്പോഴും അത് ഭയങ്കര ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലിത്തോഗ്രാഫിക് ടെക്നോളജി വേണം. അപ്പം സംഭവം എന്ന് വെച്ചാൽ എത്രത്തോളം നാനോമീറ്റർ അല്ലേ പ്രോസസ്സർ ചെറുതാവുന്നു, അത്രത്തോളം അതിൻ്റെ ട്രാൻസിസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നുണ്ട്. അതേപോലെ ഹീറ്റ് റെഡ്യൂസ് ആവുന്നുണ്ട്. ചെറുതാകുന്ന നമ്മൾ ജസ്റ്റ് ചെറുതാക്കിയാൽ മാത്രമല്ല അവർ ചെയ്തത്, ചെറുതാക്കുന്ന അതേപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണവും കൂടെ കൂട്ടി അവർ ചെറുതാക്കുന്നത്. സോ കോമ്പാക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് തന്നെ ഇവർ എന്താ പറയുക, അത് അഡ്വാൻസ്മെൻറ്റ്, ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം എഫിഷ്യൻ്റ് ആവുന്ന, ട്രാൻസിസ്റ്റേഴ്സിൽ അടുത്തിരിക്കുമ്പോൾ എഫിഷ്യൻസി കൂടുന്നുണ്ട്. അങ്ങനത്തേക്ക് ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ടെക്നോളജിയാണ്, അതാരും അക്നോളജ് ചെയ്തില്ല എന്ന് പറയാം. പക്ഷേ ഈ വട്ടം A20 ബയോണിക് സൂപ്പർ ചിപ്സെറ്റ് ആയിരിക്കും. GPUവും അതേപോലത്തെ ആപ്പിളിൻ്റെ എന്തോ റീവാമ്പ് ചെയ്ത് കിടിലം GPU ഒക്കെ കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ ഇന്ത്യക്കാർക്ക് എനിക്കറിയത്തില്ല ഇത് ഇന്ത്യയിൽ 100% ഉറപ്പാണോ ഇല്ലയോ എന്ന്. മിക്കവാറും ഐഫോണിൻ്റെ 18 Pro സീരീസ് eSIM ഒള്ളി ആയിരിക്കും കേട്ടോ. അതിന് ഒരു റീസൺ പറയുന്നത് ചിലപ്പോൾ ഈ വട്ടം ഇന്ത്യയിലും ഇവരുടെ സാറ്റലൈറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, സിം ഇല്ലല്ലോ, ഡിസ്കവറി റേഞ്ച് ഇല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് സാറ്റലൈറ്റിനെ കോൺടാക്ട് ചെയ്ത് എങ്ങോട്ടേലൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുന്നൊരു സാധനം ഈ വട്ടം ഒരു ഫോണിൽ കൊണ്ടുവരും. അത് ഇന്ത്യയിൽ ആക്സസിബിൾ ആണെന്ന് പറയപ്പെടുന്നു, നമുക്ക് അറിയില്ല എന്നാണ് സംഭവം. സോ ഇന്നർ നട്ട്ഷെൽ റീവാമ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു കളറുണ്ട് എല്ലാ വർഷത്തിൻ്റെ കണക്ക്. ക്യാമറയ്ക്ക് ഭയങ്കരമായ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്, ഡൈനാമിക് ഐലൻഡ് ഷ്രിങ്ക് ആവുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുമ്പം നമ്മുടെ ഈ ക്യാമറ ക്യാപ്ചർ ബട്ടൺ ഉണ്ടല്ലോ, ക്യാപ്ചർ ബട്ടൺ ഇപ്പോൾ എൻ്റെ 17 സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് പോകും, സ്ലൈഡിങ് സാധനം ഉണ്ടല്ലോ, അത് അമ്മയുടെ അടുത്ത് കളയും, ജസ്റ്റ് ഒരു ഫിസിക്കൽ ക്യാപ്ചർ ബട്ടൺ തന്നെ ആക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ എവിടേക്കൊക്കെയോ ഞാൻ വായിച്ചു, ഇതൊരു കൺഫേംഡ് സ്പെക്കുലേഷനോ ഒന്നും അല്ല, പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റിയതിൽ നിന്ന് ഇവർ ഇച്ചിരിയുടെ ഫോൺ റഗഡ് ആക്കും, ഇച്ചിരിയുടെ ബെറ്റർ വാട്ടർ സീലിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കണ്ടറിയാം, കേട്ടറിയാം, നമുക്കറിയാം, അറിയത്തില്ല. പിന്നെ വേറൊരു സാധനം എന്ന് വെച്ചാൽ ഡിസ്പ്ലേയും പുതിയൊരു ഡിസ്പ്ലേ ആയിരിക്കും. സാംസങ്ങിൻ്റെ വകയുള്ള പുതിയ ഹൈലി LTPO വലിയ ഏതോ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇച്ചിരിയുടെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വലിയ റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഐഫോൺ 16 Pro 17 Pro അതിനകത്തോട്ട് പോയ സെയിം എമൗണ്ട് ഓഫ് ചേഞ്ചേ ഉള്ളൂ. അതിനകത്ത് റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, ഡിസൈൻ മാറിയുകൊണ്ട് വലിയൊരു സാധനമുണ്ട്. പക്ഷേ സോ ഗൈസ്, മിക്കവാറും ഞാൻ ഈ ഫോൺ വാങ്ങിക്കണോ വേണ്ടതെന്ന് ആലോചിക്കുകയാണ്, മിക്കവാറും വാങ്ങിക്കും. പക്ഷേ പൈസ ഉണ്ടാവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും എൻ്റെ കാശ് വരൂ. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ശ്രീ ഹിയർ. ആരൊക്കെ വിളിക്കുന്നു, I'll talk to you guys later. Am I excited for the new iPhone series? Definitely yes.